ആ പരസ്യമായ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്തീയ ശിഷ്യത്വം സ്വീകരിച്ച് കർത്താവിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുവാൻ പ്രിയ മകൾ തീരുമാനമെടുത്തതിന്റെ വെളിച്ചത്തിലാണ് ഈ സ്നാന ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ദൈവജനത്തിന്റെ പ്രത്യേകമായ പ്രാർത്ഥന ഈ പ്രിയ മകൾക്ക് പിന്നെയും ഉണ്ടായിരിക്കണം. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ സാന്നിധ്യത്തിൽ ഈ പ്രിയ മകളെ സ്നാനപ്പെടുത്തുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ മകൾക്ക് കർത്താവായ യേശുവിനെ അവളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനുള്ള മഹാഭാഗ്യം അവൾക്ക് നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ ഞങ്ങളുടെ നരകയാതന അവിടുന്ന് മാറ്റി തന്നതുകൊണ്ട് സ്തോത്രം. പ്രിയ മകൾക്കും അത് വിശ്വസിക്കുവാനും അവൾ രക്ഷിക്കപ്പെട്ടു ദൈവമകളായി തീർന്നിരിക്കുന്നുള്ള ആ പരസ്യമായ സാക്ഷ്യം വഹിക്കുവാനും എന്റെ മകൾക്ക് കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് മരിച്ചു, അടക്കപ്പെട്ടു, കർത്താവിനോടൊരു പുതിയ സൃഷ്ടിയായി എന്റെ ജീവിതകാലം മുഴുവൻ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുമെന്നുള്ള ആ പുതിയ പ്രതിഷ്ഠയോടും തീരുമാനത്തോടും കൂടെ അവളുടെ ജീവിതം നയിക്കുവാൻ കർത്താവെ അവളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പുതിയ കൃപകൾ നിന്റെ മകൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ കൂടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. സ്വർഗം പ്രസാദിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കുവാൻ ഇത് രാവിലെ ഞങ്ങളെ ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ യാഗമായി തീരുകയും മരിച്ചവരെങ്കിലും മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്കായിട്ട് ജീവിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ തന്റെ സവിധത്തിലേക്ക് ചേർക്കുവാൻ താമസമില്ല മടങ്ങി വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയ മകൾ നയമ വിശ്വസിക്കുന്നുവോ? പ്രിയ നയമയുടെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിന്റെ അടിസ്ഥാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നയമയെ സ്നാനം കഴിപ്പിക്കുന്നു. കർത്താവിനോട് മരിച്ചു, അടക്കപ്പെട്ടു, ഒരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുള്ള ആ നല്ല സാക്ഷ്യത്തോടുകൂടെ ക്രിസ്തുവിൽ പുതിയ ജീവിതം നയിക്കുവാൻ പ്രിയമകളെ ദൈവം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നാപകയോഗനായി സ്നാനം പ്രതീകനായി സ്നാനം പ്രതീകിപ്പാൻ കരയ നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. കരയ നാട്ടിൽ പ്രിയമകൻ സ്റ്റീഫനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയമകന്റെ ജീവിതത്തിൽ കർത്താവിനെ കൈക്കൊള്ളുവാനും ഒരു ദൈവവേദനായി തീരുവാനും കൊടുത്ത മഹാഭക്തി അശുദ്ധമായ ലോകത്തിൽ മ്ലേച്ഛതകളും വഷളത്വവും വലിയ ലോകത്തിൽ കർത്താവെ ഈ പ്രിയമകന്റെ ജീവിതം യേശു ക്രിസ്തുവിന്റെ മഹത്വമായിരിക്കാൻ തക്കവണ്ണം കർത്താവിനോടുകൂടെ ഞാനും മരിച്ചിരിക്കുന്നു, ഒരു പുതിയ സൃഷ്ടിയായി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുള്ള ആ നല്ല സാക്ഷ്യം പുലർത്തിയവന്റെ ജീവിതകാലം മുഴുവൻ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ നീ അവനെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവനാവശ്യമായ എല്ലാ കൃപകളും ഉയരത്തിൽ നൽകി അവിടുന്ന് അവനെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ശുശ്രൂഷയെ ആദരിച്ചിരിക്കുന്നതുകൊണ്ടും സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗ മഹിമകൾ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വരികയും നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ യാഗമായി തീരുകയും ഇന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം കഴിക്കുകയും തന്നിൽ വിശ്വസിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ സമീപത്തേക്ക് കടന്നു വരികയും ചെയ്യുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയ മകൻ സ്റ്റീഫൻ വിശ്വസിക്കുന്നുവോ? പ്രിയ സ്റ്റീഫന്റെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിന്റെ അടിസ്ഥാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ സ്റ്റീഫനെ സ്നാനം കഴിപ്പിക്കുന്നു. പ്രിയമകനെ യേശു കർത്താവിനോടുകൂടെ നീയും മരിച്ചു, അടക്കപ്പെട്ടു, യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നുള്ള പ്രതിഷ്ഠയോടെ കർത്താവിന് മഹത്വമായി നിന്റെ ജീവിതം നയിപ്പാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. തോമസാറെ ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച്